പദ്ധതിയെ തകർക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് 150 കോടി ലഭിച്ചെന്ന് പി.വി. അൻവർ എം.എൽ.എ. കർണാടകയിലെ IT ലോബിക്ക് വേണ്ടിയാണ് പദ്ധതിയെ എതിർത്തത്. കെ.സി. വേണുഗോപാലുമായി ഇവർ ഗൂഢാലോചന നടത്തിയെന്നും അൻവർ നിയമസഭയിൽ ആരോപിച്ചു. അതേസമയം ആരോപണത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ സതീശൻ ഒഴിഞ്ഞുമാറി. കേരയിൽ പദ്ധതി വന്നാൽ കേരളത്തിലെ 14 ജില്ലകളും IT ഹബ്ബായി മാറുന്നത് തടയാൻ കർണാടക, ഹൈദരാബാദ് IT ലോബികൾ ഇടപെട്ടു എന്നാണ് പി.വി. അൻവറിന്റെ ആരോപണം. ഇതിനായി AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുമായി ചർച്ച നടത്തിയ കമ്പനികൾ വി.ഡി. സതീശന് കോടികൾ നൽകി. ഇതോടെയാണ് പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് എന്നും അൻവർ ആരോപിച്ചു. ഈ കൊടും ചതി ചെയ്യുന്നതിനായി AICC ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ. ഫെബ്രുവരി 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി.ഡി. സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന 20 ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ 50 കോടി രൂപ വീതം 3 ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത്. അവിടെ നിന്നും 2 ആംബുലൻസുകളായി വി.ഡി. സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. അക്കമിട്ട് നിരത്തിയ ആരോപണത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ മുഖ്യമന്ത്രിയെ കൂടി പരിഹസിച്ചായിരുന്നു സതീശന്റെ മറുപടി. സാർ, ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ? നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാണോ? സാർ, അത് റെക്കോർഡിൽ കിടക്കട്ടെ, റെക്കോർഡിലൊന്നും മാറ്റണ്ട, അത് കിടക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എഴുതി തരാത്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു. അത് നീക്കം ചെയ്യണം, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അൻവറിന്റെ ആരോപണത്തിൽ കൃത്യമായ മറുപടി നൽകാതെ സതീശനോ വേണുഗോപാലിനോ ഇനി ഒളിച്ചു കളിക്കാനാകില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.